വളരെ സന്തോഷകരമായ സന്ധ്യയിൽ വി എം മാത്യു സാറിനെ കുറിച്ചുള്ള ഓർമ്മകളോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. വ്യക്തിപരമായി പ്രിയ റസൽ സാറ്, അച്ചൻകുഞ്ഞലന്തൂർ, ഞാൻ ഈ മൂന്ന് പേരെയും പത്രപ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച, അതിനുവേണ്ടി ഒരുക്കിയ, അതിനവസരം തന്ന വി എം മാത്യു സാർ എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ ഓർക്കുമ്പോൾ ആദരപൂർവമല്ലാതെ, സന്തോഷത്തോടുകൂടി അല്ലാതെ ആ പേര് പറയുവാൻ എനിക്ക് സാധിക്കത്തില്ല. വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ എത്തപ്പെട്ടതാണ് ഞാൻ. അദ്ദേഹം എൻ്റെ ചാറൂറ്റിയെടുത്തെന്നുള്ളത് സത്യമാണ്. കാരണം ഈ സെയിൽ ടാക്സ് കമ്മീഷണർ, കേരളത്തിന് ഒറ്റ സെയിൽ ടാക്സ് കമ്മീഷണർ ഉണ്ടായിരുന്ന കാലത്ത് തെക്ക് തൊട്ട് വടക്ക് വരെ ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്ത് വണ്ടികൾ പിടിക്കുകയും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്ത് ഈ കെ എം മാണിയുടെ ഗുഡ് ബുക്കിൽ കയറിയൊരു മനുഷ്യനായിരുന്നു ഈ വി എം മാത്യു സാർ. അപ്പം അദ്ദേഹത്തിന് ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പം അതൊക്കെയാണ് എൻ്റെ മേലും അച്ചൻകുഞ്ഞിൻ്റെ മേലും ഒക്കെ പുള്ളി പ്രയോഗിച്ചത്. അപ്പം രാവിലെ 8 മണിയാകുമ്പോൾ സാർ ഓഫീസിലെത്തും. സാർ ഓഫീസിലെത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് ഞാൻ ഓഫീസിലെത്തണം. ഇതാണ് സാർ വെച്ചത്. എന്നിട്ട് സാറ് പോകുന്നത് രാത്രി 8 മണിക്കാണ്. അപ്പോൾ പൂട്ടിയിട്ടേ എനിക്കും പോകാനൊക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്തായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഗുണം, കോട്ടയത്ത് ആനന്ദ ഭവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ആനന്ദ ഭവൻ മാസത്തിലൊരിക്കൽ അവിടെ കൊണ്ടുപോയി ഒരു ഊണ് വാങ്ങിത്തരും. അതുപോലെ ബെസ്റ്റ് ഹോട്ടലിൽ കൊണ്ടുപോയി മീൻകറിയുള്ളൊരു ഊണ് വാങ്ങിത്തരും. ഈ 2 ഊണാണ് മാസത്തിൽ അദ്ദേഹം അഡീഷണലായിട്ട് തരുന്ന ശമ്പളത്തിന് പുറത്ത് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. 5 വർഷം ഒരടിമയെ പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുവാൻ ലഭിച്ച അവസരവും ഭാഗ്യവുമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇവിടെ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയത് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 2, മാത്യു ശാമിൽ സാർ ഈ 2001-2000 ആണെന്ന് തോന്നുന്നു, ഈ ഓപ്പറേഷൻ വെസ്റ്റ് എൻഡ് അതിൻ്റെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബംഗാരു ലക്ഷ്മണൻ ഈ നോട്ടുകെട്ടുകൾ വാങ്ങി വെക്കുന്നതൊക്കെ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ കാണുകയാണ്. അസാധാരണമായ ഒരു ജീവിതം. അന്ന് സാറിന് 30 വയസ്സ് പ്രായം കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 30 വയസ്സുള്ള ഒരു മലയാളി ചെറുപ്പക്കാരൻ മാത്യു ശാമുവേൽ എന്ന പേര് ഇതിനകത്ത് കണ്ടപ്പോൾ അതൊരു മലയാളി ആയിരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് കയറി വന്നു. എന്തോ ദൈവത്തിൻ്റെ ഒരു നിയോഗം കൊണ്ടായിരിക്കാം 2-3 വർഷത്തിനുള്ളിൽ ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. പിന്നീട് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യും. എനിക്ക് തോന്നുന്നത് ഈ ക്രൈസ്തവ പത്രങ്ങളിൽ ആദ്യമായിട്ട് മാത്യു ശാമുവേലിൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നത് ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത് എഴുതുന്നതാണ്. പിന്നീട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വളർച്ച, അദ്ദേഹം പിന്നിട്ട ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു സുദീർഘമായ കാലഘട്ടം കഴിഞ്ഞ് 25 വർഷത്തെ ജീവിതം ഇങ്ങനെ നോക്കിക്കാണുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. വല്ലപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സ്നേഹം ഇന്ന് ഇവിടെ വി എം മാത്യു സാറിൻ്റെ, അതായത് എൻ്റെ ഗുരുസ്ഥാനീയനായ ഗുരുനാഥനായ വി എം മാത്യു സാറിൻ്റെ പേരിലുള്ള അവാർഡ് അദ്ദേഹത്തിന് നൽകി, അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ചൊരിയട്ടെ. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തും. വി എം മാത്യു സാറിനെ പറയാതെ തുടങ്ങാൻ പറ്റാത്തതുകൊണ്ട് സാറിൽ നിന്ന് ലഭിച്ച ഒരനുഭവം പറയാം. ഞങ്ങളുടെ ഫയലുകളൊക്കെ കൊടുക്കുമ്പോൾ ചുമന്ന വശി വെച്ച് അടി 2 വരെയും ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒക്കെ ഇടും. എന്ന് പറഞ്ഞാൽ അവിടെ ഇച്ചിരി കുഴപ്പമുണ്ട്, ഇവിടെ ശ്രദ്ധിക്കണമെന്നാണ്.
അദ്ദേഹത്തിന് എവിടെ ശരിയുണ്ടെന്ന് അറിയണ്ട, എവിടെ തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചാൽ എല്ലാം ശരിയാകും. ആ ഫിലോസഫി എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തെ സഹായിച്ചിട്ടുണ്ട്. മാത്യു ശമേൽ സാറിനെ കുറിച്ച് ആവേശത്തോടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്നറിയാം. അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പ്രസംഗം കേട്ട് നിങ്ങൾ ആവേശം കൊണ്ടു. ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ 2 അപകടകാരികളാണ് ഇവർ രണ്ടും. അത്ര പെട്ടെന്ന് വിഴുങ്ങാൻ പറ്റിയ പാർട്ടികളല്ല ഇവർ രണ്ടും. ഞാൻ ഓർക്കായിരുന്നു, ഇവിടെ ഇരുന്നപ്പോൾ ഓർത്ത്, ഇവർ രണ്ടുമില്ലാത്ത സത്യാനന്തര ലോകം എത്ര അധമമായി പോയനും. നമുക്ക് പുറകെ ചാട്ടവാറും കൊണ്ട് ഒരാൾ കേരളത്തിൽ നിന്നും ഒരാൾ ഡൽഹിയിൽ നിന്നും പുറകെ നടക്കുകയാണ്. ആർക്കും സ്വസ്ഥത കൊടുക്കാതെ. കത്തോലിക്കനെ പോലും വെറുതെ വിടത്തില്ല, പിന്നെ പെന്തിക്കോസുകാരെ വെറുതെ വിടും. ഇവരെ പോലുള്ള തീവ്രമായ സത്യത്തിൻ്റെ ജ്വാല തെളിയിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ. ഇവർ കൈകാര്യം ചെയ്യാത്ത പ്രമേയങ്ങളുണ്ടോ? മാത്യു ശമേൽ സാറിനെ ലേട്ട് ഞാൻ വരുമ്പോൾ രസകരമായൊരു കാര്യമുണ്ട്. ചിലപ്പോഴൊക്കെ മാത്യു ശമേൽ സാറിൻ്റെ പ്രസംഗങ്ങൾ എൻ്റെ ഭാര്യ പകർത്തിയെടുത്ത്, വീഡിയോ എന്ന് പകർത്തിയെടുത്ത് മരുപ്പച്ചയിലിടാറുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ പറയും, അച്ഛേ മാടയാണ് കോടയാണ് എന്തൊക്കെ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു, അതില്ലെങ്കിൽ മാത്യു ശമേൽ സാറുണ്ടോ? ഇതൊക്കെ ഉള്ളതാണ് മാത്യു ശമേൽ സാർ. ഭയങ്കരമായിട്ട് ശോഭിക്കുകയും ഭയമില്ലാതെ നമ്മുടെ മേൽ ഒരു സിംഹത്തെ പോലെ ചാടി വീഴുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ എത്ര സൗമ്യനാണ്. ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രത്യേകിച്ച് ക്രൈസ്തവ ചിന്ത VM മാത്യു അവാർഡ് ദാന ചടങ്ങിൽ എന്നെയും ബഹുമാനപ്പെട്ട റസൽ സാറും പാസ്റ്റർ TT ജേക്കബും കൂടിയാണ് ക്ഷണിച്ചത്. എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഞാൻ കോട്ടയത്തായിരുന്ന സമയത്ത് ഗുഡ് ന്യൂസുമായിട്ട് VM മാത്യു സാറുമായിട്ട് ഞാൻ കണക്റ്റഡ് ആയിരുന്നു. പലപ്പോഴും ആ ഓഫീസിൽ വരികയും സംസാരിക്കുകയും, അതുപോലെ ആ സമയങ്ങളിൽ ഗുഡ് ന്യൂസ് ബാലലോകം പ്രോഗ്രാമുകളിൽ ഞാൻ വന്ന് പാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് മാത്യു സാമുവൽ സാറുമായിട്ടുള്ള ബന്ധം, ഞാൻ ആക്ച്വലി അദ്ദേഹത്തെ ബ്രദറെന്നും, അദ്ദേഹം ചിലപ്പോൾ എന്നെ പാസ്റ്ററെന്ന് വിളിക്കും, ചിലപ്പോൾ എന്നെ ബ്രദറെന്ന് വിളിക്കും. 2011 മുതലാണ്, 14 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ സുഹൃത്ത് ബന്ധമുണ്ട്. അത്രയും വർഷം പരിചയമുള്ളവർ, അദ്ദേഹവുമായിട്ട് ബന്ധമുള്ളവർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 2011 ഞങ്ങൾ പരിചയപ്പെടുവാൻ കാരണം, ഞാൻ 2ാമത് സംഗീതം ചെയ്ത സിനിമയാണ് മേൽവിലാസം. സുരേഷ് ഗോപി MP, അതുപോലെ പാർത്ഥിബൻ, അതുപോലെ കൃഷ്ണകുമാർ, ഇവരൊക്കെ അഭിനയിച്ച ഒരു മൂവി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനാണ് ചെയ്തത്. അപ്പോൾ മാത്യു സാമുവൽ സാറ് ആ മൂവി കണ്ടതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ആ മൂവി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് വെച്ചൊരു ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു. അദ്ദേഹം കുടുംബമായിട്ട് ഇവിടെ, ഞാൻ പാടിവട്ടത്തൊരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അദ്ദേഹം വന്നു. അപ്പോൾ ഫ്ലാറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെക്കുറിച്ച് വിചാരിച്ചത് ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉള്ള ഒരു സുവിശേഷകൻ എന്നൊരു ധാരണയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ ഇത്ര സിമ്പിളായിട്ടാണ് താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അകത്തെ അന്വേഷകൻ അവിടെ പുറത്തു വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്വേഷണാത്മകം ആയിട്ടാണോ എൻ്റെ വീട് സന്ദർശിച്ചേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. പിന്നെയും ഞങ്ങളുടെ ബന്ധം വളർന്നു. അദ്ദേഹം എൻ്റെ ചർച്ചിൽ വരികയും ചർച്ചിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് ഒരു 3 സ്ഥലത്തായിട്ട് അദ്ദേഹം മാറി മാറി താമസിച്ചപ്പോഴും ആ ഭവനങ്ങളുടെ എല്ലാം ഹൗസ് വാമിങ്ങിന് എന്നെ വിളിച്ചാണ് അദ്ദേഹം പ്രാർത്ഥിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മച്ചി തൃപ്പൂണിത്തുറയിലായിരുന്ന സമയത്ത് എൻ്റെ ചർച്ചിൽ പതിവായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു. മർദ്ദിതർക്ക് വേണ്ടി, സുവിശേഷകർക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചു. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബോൾഡായിട്ടുള്ള മീഡിയ പേഴ്സണാണ് മാത്യു സാമുവൽ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ മീഡിയയിൽ വളർന്ന ഒരു വ്യക്തിക്ക് ഒരു അവാർഡ് കിട്ടുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പ്രവർത്തനങ്ങളിൽ വന്നിട്ട് മറ്റൊരു പ്രവർത്തന മേഖലയിലായിരിക്കുന്ന വ്യക്തിക്ക് അവാർഡ് കിട്ടി.
അഡ്വക്കേറ്റ് ജയശങ്കർ സാർ, വെൽക്കം. ഇദ്ദേഹത്തിന് ഇനി എന്നായിരിക്കും ഇത് കിട്ടുന്നത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മാത്യു സാമുവൽ ബ്രദറിനെ ഒരു മെസ്സേജ് അയച്ചു. യു ആർ എ റിയൽ ചേഞ്ച് ഏജൻറ്റ്, യഥാർത്ഥത്തിൽ ഒരു ചേഞ്ച് ഏജൻ്റാണ് അദ്ദേഹം എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം അയച്ചു. അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിന് മറ്റൊരു സന്ദേശം കൂടി അയച്ചു. ഈ കാലഘട്ടത്തിലെ പ്രോഫറ്റാണ് മാത്യു ബ്രദർ എന്നും പറഞ്ഞ് അദ്ദേഹത്തിനൊരു സന്ദേശം അയച്ചു. അദ്ദേഹത്തിൻ്റെ എളിമയിൽ അദ്ദേഹം എനിക്കൊരു കൈകൂപ്പൽ മാത്രം തന്നു. ഏതായാലും ബോധ്യം വന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്ന മാത്യു സാമുവൽ സാറിനെ ആദരിക്കുവാനായിട്ട് നമുക്ക് കൂടി വന്നതിൽ ഒരുപാട് സന്തോഷം. സർവശക്തനായ ദൈവം അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിന് ബോധ്യം വന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ഭയവുമില്ലാതെ സംസാരിക്കുവാൻ, കാലഘട്ടത്തിൻ്റെ പ്രവാചകനായി മാറുവാൻ, ഒരു ചേഞ്ച് ഏജൻ്റായിട്ട് മാറുവാൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇന്ത്യയിലെ പത്രപ്രവർത്തന രംഗത്തെ വളരെ മുതിർന്ന ഒരു പത്രപ്രവർത്തകനായ രവീഷ് കുമാർ ഉപയോഗിച്ചതും പിന്നീട് ജനപ്രിയമായതുമായ ഒരു പ്രയോഗമാണ് ഗോദി മീഡിയ എന്നും ഉച്ചരിക്കും. ഗോദി മീഡിയ എന്ന് പറയുന്നത് 2014 മുതൽ ഭരണകൂടത്തോട് പക്ഷപാതപരമായി വിധേയപ്പെടുകയും ഭരണകൂടം പർച്ചേസ് ചെയ്ത മീഡിയയാണ്. 2014 മുതൽ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തന രംഗത്ത് ഗോദി മീഡിയയുടെ സ്വാധീനം നമുക്ക് എല്ലാവർക്കും അറിയാം. അഭിപ്രായ സർവേയിലൂടെ, എക്സിസ്റ്റ് പോളിലൂടെ, പ്രീ പോൾ സർവേയിലൂടെയൊക്കെ എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അവർ കൈകാര്യം ചെയ്യുന്നുള്ളത്. അതിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ജേർണലിസം, ബദൽ മാധ്യമ പ്രവർത്തനം ഇന്ത്യയിൽ ശക്തമായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ ധ്രുവ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. അങ്ങനെയുള്ള ന്യൂ മീഡിയ ശക്തമായി ഇന്ത്യയിൽ രൂപപ്പെട്ടു വരികയുണ്ടായി. അതുപോലെയുള്ള രംഗത്ത് വന്ന ഓൾട്ടർനേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായി ഗോദി മീഡിയയുടെ എല്ലാ ഭീഷണികളെയും മറികടന്നുകൊണ്ട്, ഭരണകൂട വേട്ടയാടലുകളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ബദൽ മാധ്യമ പ്രവർത്തനമാണ് പ്രിയപ്പെട്ട മാത്യു സാമുവൽ അവരുടെ മാധ്യമ പ്രവർത്തനം. സത്യാനന്തര ലോകത്തെ മാധ്യമ പ്രവർത്തനങ്ങൾ ഭരണകൂടം തന്നെ നുണപ്രചരണം, പ്രൊപ്പഗണ്ട നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ വസ്തുതകളെ കൃത്യമായി അവതരിപ്പിക്കാനും ജനപക്ഷത്ത് നിൽക്കാനും പ്രിയപ്പെട്ട മാത്യു സാമുവലിനെ പോലെയുള്ള പത്രപ്രവർത്തകർക്ക് ഇടയാകുന്നു. മർദ്ദിതരുടെ, ന്യൂനപക്ഷങ്ങളുടെ, ക്രൈസ്തവരുടെ അതിദാരുണമായ ഭരണകൂട വേട്ട നടക്കുന്ന ഇന്ത്യയിൽ, ഒരു അതോറിറ്റേറ്റീവ് സ്റ്റേറ്റ് നിലനിൽക്കുന്ന, മെജോറിറ്റേറിയനിസം നിലനിൽക്കുന്ന ഇന്ത്യയിൽ ശക്തമായി പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി ശക്തമായി ഇടപെടാൻ അദ്ദേഹത്തിന് വീണ്ടും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലുള്ള വീട്ടിൽ പോകാനും സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് കഴിഞ്ഞ ദിവസം കർത്തൃസനിലേക്ക് ചേർക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ എല്ലാ ദുഃഖത്തിലും ഒക്കെയാണ് ഈ സന്ദർഭങ്ങളിൽ പുള്ളി ആയിരിക്കുന്നത്. ഈ സന്ദർഭം ഇവിടെ എത്തിച്ചേരാൻ അവസരം ലഭിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. വി. എം. മാത്യു സാറിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൊഫഷണൽ ജീവിതവും ജോലിയും പ്രേക്ഷിത പ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും എല്ലാം മനോഹരമായി കൊണ്ടുപോയ അടിമുടി മാന്യതയുള്ള ഒരു വ്യക്തിയാണ് വി. എം. മാത്യു സാറ്. അദ്ദേഹവും വളരെ പ്രൊഫറ്റിക് മിഷൻ പോലെ തിന്മകൾക്കെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രചോദനം ഏറ്റെടുത്തുകൊണ്ടാണ് പിന്മുറക്കാരായ മാധ്യമ പ്രവർത്തകരും രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇതിന് വേണ്ടി പ്രയത്നിച്ച സംഘാടകരായ ക്രൈസ്തവ ചിന്തയെ അഭിനന്ദിക്കുന്നു. റസൽ സാറിനെ അഭിനന്ദിക്കുന്നു. അവാർഡ് ജേതാവിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.